ഈ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്നതോടുകൂടി ഇപ്പോൾ കളമശ്ശേരിയിലെ വൈസ് ചെയർമാനും മെമ്പർമാരും അതിൻ്റെ ഉയർന്ന ആളുകളും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. എത്ര പേരാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കളിക്കളം കിട്ടണം, ഒരു അംഗനവാടി വെക്കണം, ഒരു ടേക്ക് എ ബ്രേക്ക് വേണം, ഒരു ഓഫീസ് കെട്ടണം, ഒരു പഞ്ചായത്ത് സംവിധാനം വേണം, വന്നു പറഞ്ഞാൽ അളക്കാനുള്ളവൻ അളന്നു കഴിഞ്ഞ് ഈ ഭൂമി നിയമപ്രകാരം നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേക്കും ഒരു മന്ത്രി മാറി അടുത്ത മന്ത്രിയാകും. പിന്നെ അയാളുടെ താല്പര്യം നോക്കും. അയാൾ ഒന്നുകൂടി അളക്കാൻ വിട്ടാൽ ആ ഗവൺമെന്റിന്റെ കാലവും കഴിഞ്ഞു പോകും. അളന്ന് ഇനിയുള്ളവർ ഞാൻ പറയുന്നില്ല, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കുഴപ്പമാവും. അതുകൊണ്ട് അളന്നൊരു പരുവത്തിലായി നമ്മൾ. അങ്ങനെ ഇനി അളന്നൊരു പരുവത്തിലാക്കാൻ നമുക്ക് നേരം വേണോ? ഞാനിത് പറയുമ്പോൾ സർവേയർമാർ തെറ്റിദ്ധരിക്കരുത്. ഈ അളവ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പണി തീരുന്നുള്ളത് കൊണ്ട് ഇനി റിട്ടയർമെൻ്റ് ആയി പോകേണ്ടി വരുമോ ചെറുപ്പകാലത്തിൽ? ഒരു പ്രശ്നവും വിചാരിക്കണ്ട. കേരളത്തിൽ 1666 വില്ലേജുകളിലും ഓരോ സർവേയർമാർ വരാൻ പോവുകയാണ്. കേരളത്തിൽ 1666 വില്ലേജുകളിലും ഓരോ സർവേയർമാർ, ഓരോ ആർട്ടിക്കർ ഓർ മെഷീനുകൾ. നമുക്ക് പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് വേണ്ടേ? അളക്കാനാണോ നമുക്ക് പാട്? പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് വേണ്ടേ? നമുക്ക് എത്രയോ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകേണ്ടി വരും. കേരളം പക്ഷേ ഒരു പുതിയ ആശയത്തിലേക്ക് 2031 കേരളം, ഭൂമിയുടെ രേഖകൾക്ക് കൃത്യതയുണ്ടാകുന്ന, ഏറ്റവും ആധികാരികമായി അതിനെ പഠിക്കാൻ പറ്റുന്ന, കേരളത്തിലെ ഭൂമിയുടെ ഗ്യാരണ്ടി ആരാണെന്ന് ചോദിച്ചാൽ ഒരു പാവപ്പെട്ടവൻ 10 സെന്റ് സ്ഥലം മേടിച്ച് വിദേശത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴും അവിടെ പൂർണ്ണമായ കയ്യേറ്റം വന്നാൽ ഒഴിപ്പിക്കാനോ രേഖ കണ്ടെത്താനോ അളന്നെടുക്കാനോ ഒരു വഴിയുമില്ലെന്ന് പ്രഖ്യാപിച്ച് ദുരന്തത്തിലൂടെ കടന്നു പോകും. 1,67,000 എല്ലാറും കേസുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം. 1,67,000 കേസുകൾ. ഭൂമിയുടെ തരമറിയാതെ ഭൂമി മേടിച്ചതിൻ്റെ പേരിൽ 6,38,000 തരം മാറ്റ അപേക്ഷകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. അതിനെ ഒന്ന് മാറ്റിയെടുത്ത് കേരളത്തിന് ആകെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പണം ചെലവഴിക്കുന്നത്, ഒരു ഡിപ്പാർട്ട്മെന്റിനല്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഏറ്റവും അനിവാര്യമായ ഒന്ന്, LSTDക്ക് ഏറ്റവും അനിവാര്യമായ ഒന്ന്, കൃഷിക്ക് ഏറ്റവും അനിവാര്യമായ ഒന്ന്, ആഭ്യന്തര വകുപ്പിന് ഏറ്റവും അനിവാര്യമായ ഒന്ന്. ഇതിൽ ഭൂമിയുടെ തരവും ഭൂമിയുടെ വിശദാംശങ്ങളും അതിൻ്റെ ആധികാരികതയും എല്ലാം ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതിരുകൾ കൃത്യമാക്കുകയും വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്ത് നാം ഈ കാണുന്ന വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായാൽ 2031 മുമ്പേ 2031 കേരളം ഏതെങ്കിലും വിധത്തിലുള്ള ഭൂപ്രശ്നങ്ങളില്ലാത്ത വിധം സുന്ദരമാക്കാൻ പറ്റുന്ന ഒരു കേരളമായി, കേരളം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമായി മാറാൻ പറ്റുന്ന ഒരു നാടായി നമുക്ക് ഈ കേരളത്തെ മാറ്റാൻ കഴിയും എന്നതിൻ്റെ ആധികാരികതയാണ് ഈ ദർശനത്തിലൂടെ കേരളത്തിലെ റവന്യൂ സർവേ വകുപ്പ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്.